മക്കളെ നമസ്കാരം. നമ്മൾ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ആ ചാപ്റ്ററിൻ്റെ പേര് മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ. ഇത് 11ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ പാഠമാണ്. NCERT ബുക്ക് പ്രകാരം 3ാമത്തെ പാഠമാണ്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ 2ാമത്തെ പാഠം എന്ന് പറയും. കാരണം ഫിസിക്കൽ വേൾഡ് എന്ന തുടക്കത്തെ പാഠം വളരെ ചെറുതാണ്. ഇത് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു പാർട്ടിൽ വരുന്നതാണ്. മെക്കാനിക്സ്. ഈ മെക്കാനിക്സ് 2 തരത്തിൽ പഠിക്കാം. ഓക്കെ, ഒന്ന് കൈനമാറ്റിക്സ്, 2 മെക്കാനിക്സിനെ നമുക്ക് സ്റ്റാറ്റിക്സും ഡൈനാമിക്സും ആയിട്ട് തിരിക്കാം. ഇതിൽ മെക്കാനിക്സിലെ ഡൈനാമിക്സ് പാർട്ട്, മെക്കാനിക്സിനെ നമുക്ക് 2ആയി തിരിക്കാം, സ്റ്റാറ്റിക്കും ഡൈനാമിക്സും. ഇപ്പോൾ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡിയെക്കുറിച്ച് പഠിക്കുക. ഓക്കെ, റെസ്റ്റിലിരിക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മാസിനെ കുറിച്ച് പഠിക്കുക. അതൊക്കെയാണ് സ്റ്റാറ്റിക്സ്. ഡൈനാമിക്സ് മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ കുറിച്ച് പഠിക്കുക. ഉദാഹരണത്തിന് നമ്മളൊരു പാട്ട വലിച്ചുകൊണ്ട് പോവാണ്, അല്ലെങ്കിൽ കപ്പി വെച്ചൊരു മാസിനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വള്ളം തുഴഞ്ഞു പോവാണ്. അതാണ് ഡൈനാമിക്സ്. ഈ ഡൈനാമിക്സ് തന്നെ നമുക്ക് 2ആയി തിരിക്കാം. ഒന്ന് കൈനമാറ്റിക്സും, രണ്ടാമത്തത് പ്രോപ്പർ ഡൈനാമിക്സും. എന്താണ് ഈ കൈനമാറ്റിക്സ്? കൈനമാറ്റിക്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ഫോഴ്സിനെ കുറിച്ച് ആലോചിക്കില്ല. സോ കൈനമാറ്റിക്സ് ഈസ് ദ സ്റ്റഡി അബൌട്ട് മൂവിങ് ഒബ്ജക്റ്റ് വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ്. നിങ്ങൾ അതാണ് എഴുതേണ്ടത്. കൈനമാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മൂവിങ് ബോഡീസ് വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ്. പക്ഷേ പ്രോപ്പർ ഡൈനാമിക്സിൽ നമ്മൾ ഫോഴ്സും കൂടെ കൺസിഡർ ചെയ്തിട്ട് പഠിക്കും. നമ്മുടെ ആദ്യത്തെ പാഠങ്ങൾ കൈനമാറ്റിക്സിലുള്ള പാഠങ്ങളാണ്. ഞാൻ ഈ പറയുന്ന മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് കൈനമാറ്റിക്സിലുള്ള പാഠമാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മോഷൻ ആൻഡ് റെസ്റ്റ്, അല്ലേ? മോഷനും റെസ്റ്റും. ഒരു ബോഡി സമയത്തിനനുസരിച്ച് അതിൻ്റെ സ്ഥാനത്തെ മാറ്റുന്നില്ലെങ്കിൽ അതാണ് റെസ്റ്റ്. അപ്പോൾ എന്താ നിങ്ങൾ എഴുതുക? ഇഫ് എ ബോഡി do not change its position with respect to time, it is said to be at rest. അത് റെസ്റ്റിലാണെന്ന് പറയും. ഓക്കെ, ഞാനിങ്ങനെ നിൽക്കുകയാണ്, ഞാൻ റെസ്റ്റിലാണ്. എന്തോ ഈ ചുമരോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള സ്ഥലമോ ഈ ബോർഡോ ഒന്നും അപേക്ഷിച്ച് ഞാൻ മൂവ് ചെയ്യുന്നില്ല. ഈ തൂണ് റെസ്റ്റിലാണ്. കാരണം ഞാനിങ്ങനെ നോക്കുന്നു, റിലേറ്റീവ്ലി പൊസിഷനിൽ മാറ്റമില്ല. സോ ഇറ്റ് ഈസ് എറ്റ് റെസ്റ്റ്. ഇനി റെസ്റ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റെസ്റ്റ് ആണോ? അതൊരു ചോദ്യം. അബ്സല്യൂട്ട് റെസ്റ്റ് ആണോ? ഒരിക്കലും അത് മോഷനിലാണെന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും പറയാം. കാര്യം എന്താ? ഇതിരിക്കുന്നത് ഭൂമിയിലാണ്, അല്ലേ? ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രനെ അപേക്ഷിച്ച് ഭൂമി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ചന്ദ്രനിലിരിക്കുന്ന ഒരു ആൾ പറയും ആ തൂണ് മോഷനിലാണ്, റെസ്റ്റിലല്ല. ഭൂമിയോടൊപ്പം അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം റെസ്റ്റ് എന്ന് പറഞ്ഞാലും മോഷൻ എന്ന് പറഞ്ഞാലും ഒരു റിലേറ്റിവിസ്റ്റിക് ഫിനോമിനനാണ്. യു കനോട്ട് സേ ആബ്സല്യൂട്ട് റെസ്റ്റ്, യു കനോട്ട് സേ ആബ്സല്യൂട്ട് മോഷൻ. ഇറ്റ് ഈസ് ഓൺലി റിലേറ്റിവിസ്റ്റിക്. ഇനി മോഷൻ, വെൻ ക്യാൻ യു സേ എ ബോഡി ഈസ് അണ്ടർ മോഷൻ? എഴുതേണ്ട കാര്യം ഇതാണ്. A body is said to be under motion if it changes its position with respect to surroundings. ചുറ്റുപാടുകളെ അപേക്ഷിച്ച്
ഒരു വസ്തു അതിൻ്റെ സ്ഥാനത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ വസ്തു മോഷനിലാണ്. മോഷൻ പലതരമുണ്ട്. പലതരത്തിലുള്ള മോഷൻസ് ഉണ്ട്. പലതരത്തിൽ ഇപ്പോൾ സർക്കുലർ മോഷൻ ഉണ്ട്, വൈബ്രേഷണൽ മോഷൻ ഉണ്ട്, ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. അതൊരു തരം ക്ലാസിഫിക്കേഷൻ. ട്രാൻസ്ലേഷണൽ മോഷൻ ട്രാൻസ്ലേഷണൽ മോഷനാണ്, സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകും. ഓക്കെ, ഇത് റൊട്ടേഷണൽ മോഷനാണ്, ഒരു ആക്സസിനെ ബേസ് ചെയ്തിട്ട് കറങ്ങുന്നു. ഓക്കെ, ഇനി ഇത് വൈബ്രേഷണൽ മോഷൻ വിത്ത് റെസ്പെക്ട് ടു മീൻ പൊസിഷൻ ഇറ്റ് വൈബ്രേറ്റ്സ്. അങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട് അക്കോർഡിംഗ് ടു ദ വേ ഇറ്റ് മൂവ്സ്. മൂവ് ചെയ്യുന്ന രീതി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. മോഷൻ നമ്മളെങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 3 തരം മോഷൻ ഉണ്ട്. ഒന്ന് 1 ഡയമെൻഷണൽ മോഷൻ, 2 2 ഡയമെൻഷണൽ മോഷൻ, 3 3 ഡയമെൻഷണൽ മോഷൻ. നമ്മൾ പഠിക്കുന്ന രീതിക്കനുസരിച്ച് നമുക്ക് 3 തരം മോഷൻ ഉണ്ട്. 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ ആൻഡ് 3 ഡയമെൻഷണൽ മോഷൻ. എന്താ 1 ഡയമെൻഷണൽ മോഷൻ നോക്കാം. ആദ്യം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജോമെട്രി അല്ല എന്താ പറയുക, നിങ്ങളുടെ മാത്തമാറ്റിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പം നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, അങ്ങനെ കേട്ടിട്ടില്ലേ? എന്തിനാത്? ഒരു വസ്തുവിനെ കൃത്യമായി പ്ലേസ് ചെയ്യേണ്ടിയിട്ടാണ്. ഇപ്പം ഈ മുറിക്കകത്ത് ഒരു വസ്തുവിനെ നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. മുറിൻ്റെ 3 വശങ്ങൾ എടുത്താൽ മതി. നീളം എക്സ് ആക്സിസ് ആയിട്ട് എടുക്കുക, വീതി വൈ ആക്സിസ് ആയിട്ട് എടുക്കുക, ഉയരം സെഡ് ആക്സിസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് നീളത്തിലും വീതിയിലും ഉയരത്തിലും ഒരു പോയിന്റിനെ ഫിക്സ് ചെയ്യാൻ കഴിയും. അതായത് സ്പേസിനകത്ത് ഒരു പോയിന്റിനെ കൃത്യമായി പറയണമെങ്കിൽ നമുക്ക് 3 കോർഡിനേറ്റ്സ് വേണം. എക്സ്, വൈ, സെഡ്. ഇപ്പോൾ ഓരോന്നിനും വിളിക്കുക കോർഡിനേറ്റ്സ് എന്നാണ്. മനസ്സിലാവണില്ലേ മക്കൾക്ക്? എന്ത് വേണമെന്നാ പറഞ്ഞ്? 3 കോർഡിനേറ്റ്സ് വേണം എന്ന് പറയും. കറക്റ്റായിട്ട് സ്പേസിനകത്തൊരു ബോഡീനെ കൃത്യമായി പ്ലേസ് ചെയ്യണമെങ്കിൽ 3 കോർഡിനേറ്റ്സ് വേണം. ഇനിയോ ചിലപ്പോൾ 3 വേണ്ടി വരില്ല, ചിലപ്പോൾ 2 വേണ്ടി വരില്ല, ചിലപ്പോൾ 1 മതിയാവും. ഇങ്ങനെയൊക്കെയുള്ള പല പോസിബിലിറ്റീസ് ഉണ്ട്. ഇനി നോക്കാം നമ്മൾ. ഞാൻ വെറുതെ ഇതാ ഒരു തൂണുണ്ട്, മറ്റൊരു തൂണുണ്ട്. ഓക്കെ, ഈ തൂണിൻ്റെ മേലെ ഒരു നൂല് കെട്ടിയിട്ടുണ്ട്. ഈ നൂലിൻ്റെ മേലെ കൂടെ ഒരു ജീവി ഇങ്ങനെ നീങ്ങി പോവാണ്. ഈ നൂലിൻ്റെ മേലെ കൂടെ ഒരു ജീവി ഇങ്ങനെ നീങ്ങി പോവാണ്. എനിക്ക് ആ ജീവിയുടെ മോഷനെ കുറിച്ച് പഠിക്കണം. ഞാൻ എന്ത് ചെയ്താൽ മതി? എൻ്റെ കയ്യിലൊരു വാച്ച് വേണം, എന്താ സമയം അളക്കാൻ. പിന്നെ സ്ഥാനം അളക്കണം. അപ്പോഴല്ലേ മോഷൻ പഠിക്കുക. സമയത്തിനനുസരിച്ച് സ്ഥാനത്തിനുണ്ടാവുന്ന മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് മോഷനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്ത് വേണം? ഒരു ഒറിജിൻ വേണം. ഒരു തൂണിൻ്റെ മേലെ കെട്ടിയിട്ട സ്ഥലത്ത് ഞാനൊരു ഒറിജിനാക്കി വിചാരിച്ചു. എന്നിട്ട് ഇവിടെ എത്തി. അപ്പോൾ ജീവി ഒറിജിനിൽ നിന്നും 2 മീറ്റർ അകലെ, 3 മീറ്റർ അകലെ, 4 മീറ്റർ അകലെ, ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ജീവിനെ പിടിക്കാൻ പറ്റും. ശരിയല്ലേ? കറക്റ്റ് എനിക്ക് ജീവിനെ പിടിക്കാൻ പറ്റും. പറ്റുമെന്ന് വെച്ചാൽ കറക്റ്റ് ജീവിനെ എനിക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എക്സ്, വൈ, സെഡ് ആക്സസുകളിൽ 3 വേണ്ട, ആകെ 1 മതി. ശരിയല്ലേ? ആകെ 1 മതി. അപ്പം among the 3 coordinates, 3 അക്ഷങ്ങളിൽ, if we require only 1 coordinate, നമുക്ക് ഒരു കോർഡിനേറ്റ് മതിയെങ്കിൽ such motion is known as a 1-dimensional motion. അപ്പോൾ എഴുതിക്കോളൂ. എന്താ എഴുതുക? among the 3 coordinates, if we require only 1 coordinate to represent the motion, such motion is known as 1-dimensional motion or motion along a straight line. ഇതാണ് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കേണ്ടത് about 1-dimensional motion. ഇനി നമുക്ക് എന്ത് വേണമെന്ന് കരുതുക? ഒരു ഡൈനിങ് ടേബിളിൻ്റെ മേലെയാണ്. ഡൈനിങ് ടേബിളിൻ്റെ മേലെ നമ്മൾ ഈ ജീവിനെ പിടിച്ചിട്ടു. ഒരു സ്ക്വയർ ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഈ ജീവിനെ പിടിച്ചിട്ടു. അപ്പോൾ നമ്മളിവിടെയും
ഒരു ഒറിജിനാക്കി നമ്മൾ ഫിക്സ് ചെയ്തു. ഈ ജീവി ഇപ്പം ഇവിടെയുള്ളതെന്ന് വിചാരിക്കുക. ആ ജീവിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ എനിക്ക് ഒരു ആക്സസ് കൊണ്ട് പറ്റൂല. അപ്പം നിങ്ങൾ എന്താ പറ്റാണ്ട്, ഇവിടുന്ന് 3 മീറ്റർ എന്ന് പറഞ്ഞാൽ പറ്റൂലേ? ഇല്ല. ഇവിടുന്ന് 3 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാകാം, ഇങ്ങോട്ടേക്കാകാം, എങ്ങോട്ടേക്കാകാം. എന്ന് വെച്ചാൽ 3 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ആർക്കിൽ അതെവിടെയാകാം. അതുകൊണ്ട് കറക്റ്റായിട്ടൊരു പൊസിഷൻ ഫിക്സ് ചെയ്യാൻ പറ്റൂല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൊസിഷൻ, അല്ലെങ്കിൽ ഈ ബോഡിയുടെ പൊസിഷനെ ഒരു ആക്സിസിനെ എക്സ് ആക്സിസ് ആയിട്ടും വേറൊരു ആക്സിസിനെ വൈ ആക്സിസ് ആയിട്ടും ഫിക്സ് ചെയ്യും. എന്നിട്ട് എക്സ് ആക്സിസിൽ എക്സ് എന്ന ഒരു സ്ഥാനവും വൈ ആക്സിസിൽ വൈ എന്ന ഒരു സ്ഥാനവും രണ്ടും ഫിക്സ് ചെയ്യും. ഇപ്പം കറക്റ്റ് അല്ലേ? വസ്തു എവിടേക്ക് പോയാലും അതിനൊരു എക്സും ഉണ്ടാവും, ഒരു വൈയും ഉണ്ടാവും. ഈ എക്സിൻ്റെയും വൈയിൻ്റെയും സഹായത്തോടെ നമുക്ക് വളരെ കൃത്യമായി ബോഡി എവിടെയാണെന്ന് ഫിക്സ് ചെയ്യാൻ പറ്റും. isn't it? അപ്പോൾ നമുക്ക് 3 കോർഡിനേറ്റുകളിൽ, നിങ്ങൾ പറയും 3 കോർഡിനേറ്റുകളിൽ ഇപ്പം എത്ര എണ്ണം വേണം? എത്ര? 2. അതെ, 3 കോർഡിനേറ്റുകളിൽ 2 കോർഡിനേറ്റുകളുടെ സഹായത്തോടെ നമുക്ക് മോഷനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ എഴുതുക? among the 3 coordinates, if we require 2 of them to represent the position of a moving object, such motion is known as 2-dimensional motion or motion in a plane. ഈ ബോർഡിലുള്ള മോഷനൊക്കെ മോഷൻ ഇൻ എ പ്ലെയിൻ, പ്രതലത്തിലെ മോഷൻ ഇൻ എ പ്ലെയിൻ. ഇനിയോ ഞാൻ ഈ മുറിയിലിട്ടു ആ ജീവിനെ, പറക്കാൻ കഴിയുന്ന ജീവിയാന്ന് വിചാരിക്കും, ഇങ്ങനെ പറന്നു കളിക്കുകയാണ്. പറന്നു കളിക്കുന്ന ഒരു ബോഡീനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അതെന്തൊക്കെ മാറും? സ്ഥലം മാറും, പ്ലെയിനിൽ മാറും, ഹൈറ്റും മാറും. റെഡിയല്ലേ? മുറിയുടെ പല പ്ലെയിനുകളിൽ നിന്ന് അത് ഉയർന്നു പോകും. അപ്പോൾ അവിടെ 3 കോർഡിനേറ്റ്സും മാറും. ഉദാഹരണത്തിന് ഇങ്ങനെ പറഞ്ഞാൽ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ഇവിടെ എവിടെയുമാണ് ആ ജീവി ഉള്ളതെന്ന് വിചാരിക്കുക. ആ ജീവിക്ക് ഒരു നിഴലുണ്ടാവില്ലേ? നിലത്ത് ഉണ്ടാവില്ലേ? ആ ജീവിക്ക് ഒരു നിഴലുണ്ടാവും. ആ നിഴലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, ഓക്കെ, നമുക്ക് ആക്സിസിന്റെ പേരൊന്ന് മാറ്റിയിടാം. സൗകര്യത്തിനാണ്, വേറൊന്നുമില്ല. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ് ആക്കാം. അപ്പോൾ ഈ നിഴലുണ്ടാവും. ഈ നിഴലിനെ കിട്ടാൻ നമുക്കൊരു എക്സ് കോർഡിനേറ്റും ഒരു വൈ കോർഡിനേറ്റും വേണം. ശരിയല്ലടാ? പറന്ന് കളിക്കുന്ന ഈച്ചക്ക് താഴെ ഒരു നിഴലുണ്ടാവില്ലേ? ആ നിഴല് കിട്ടാൻ നമുക്ക് എന്ത് വേണം? എക്സും വൈയും വേണം. ഇനി നിഴലിൽ നിന്ന് എത്ര ഉയരത്തിലേക്കാണ് എന്ന് കിട്ടാൻ ഒരു സെഡും വേണം. ഇതിന് അപ്പോൾ നമുക്ക് മൂവ് ചെയ്യുന്ന ഒരു ബോഡീനെ കുറിച്ച് പഠിക്കാൻ എത്ര കോർഡിനേറ്റ്സ് വേണം? 3 കോർഡിനേറ്റ്സ് വേണം. അപ്പം മൂവ് ചെയ്യുന്ന ഒരു ബോഡീനെ കുറിച്ച് പഠിക്കാൻ 3 കോർഡിനേറ്റ്സ് വേണം. അപ്പം നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോ. എങ്ങനെ നമ്മൾ നോട്ട് എഴുതുക? among the 3 coordinates, if we require all of them to represent the position of a moving object, we call it as 3-dimensional motion or motion along a space. 3-dimensional motion or motion along space. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞേ? എത്ര കോർഡിനേറ്റുകൾ വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മോഷനെ 3 തിരിച്ചു. 1-dimensional motion, 2-dimensional motion and 3-dimensional motion. 1-dimensional motion is motion along straight line. 2-dimensional motion is motion in plane. 3-dimensional motion is motion in space. You got it? ഇതിൽ 1-dimensional motion ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതായത് മോഷൻ അലോങ് ദി സ്ട്രെയിറ്റ് ലൈൻ. ഇനി മോഷനെ കുറിച്ച് പഠിക്കാൻ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു. മോഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? മോഷനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ടൈം അളക്കണം, പൊസിഷൻ അളക്കണം, അല്ലേ? സ്ഥാനവും സമയവും കിട്ടിയാലാണ് മൂവിങ് ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ കഴിയുക. അപ്പോൾ സ്ഥാനം അളക്കാൻ നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം വേണം, സമയം അളക്കാൻ നമുക്കൊരു വാച്ചും വേണം. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? സ്ഥാനം അളക്കാൻ 3 കോർഡിനേറ്റ് സിസ്റ്റം വേണം, സമയം അളക്കാൻ ഒരു വാച്ചും വേണം. ആ കോമ്പിനേഷൻ്റെ പേരാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്.
എന്താണ്? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇപ്പം നിങ്ങൾ ഒരു മുറിയിൽ ഒരു വാച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുറിയാണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. ആ മുറിക്കകത്തൊരു എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാണ്: ടു സ്റ്റഡി അബൌട്ട് എ മൂവിങ് ഒബ്ജക്റ്റ് വി റിക്വയർ 3 coordinates and 1 clock. The system consisting of the coordinates and clock is known as the frame of reference. Okay? ഇനി മെഷർമെന്റ് ഓഫ് പൊസിഷൻ. പൊസിഷൻ എങ്ങനെയാണ് അളക്കുക? ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലേക്ക് കടക്കുകയാണ്. മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈനിലേക്ക് കടക്കുകയാണ്. ഒറ്റ ലൈനിലുള്ള മോഷനാണ്. പൊസിഷൻ അളക്കാൻ വേണ്ടി നമ്മൾ സ്ട്രെയിറ്റ് ലൈനിൽ പൊസിഷൻ അളക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന രീതി, ഒരു പോയിന്റിനെ നമ്മൾ ഒറിജിനാക്കി ഫിക്സ് ചെയ്യും. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മോഷൻ നടക്കുമ്പോൾ പൊസിഷൻ അളക്കാൻ വേണ്ടി നമ്മൾ ഒരു പോയിന്റിനെ എന്താക്കും? സ്ട്രെയിറ്റ് ലൈനിൽ ഫിക്സ് ചെയ്യും. അപ്പോൾ പിന്നെ വലത്തോട്ടുള്ള പൊസിഷൻസും ഉണ്ട്, ഇടത്തോട്ടുള്ള പൊസിഷൻസും ഉണ്ട്. There are points along right of the origin and left of the origin. റൈറ്റിലുള്ള പൊസിഷനെല്ലാം നമ്മൾ എ, ബി, സി എന്നൊക്കെ വിചാരിക്കുക. അതൊക്കെ പോസിറ്റീവ് പൊസിഷൻസ് ആണ്. +1, +2, +3 എക്സെട്ര. ഇനി ലെഫ്റ്റിലേക്കുള്ള പൊസിഷൻസിനെ ഞാൻ മാർക്ക് ചെയ്തു. സപ്പോസ് പി, ക്യു, ആർ എന്ന് മാർക്ക് ചെയ്തു വിചാരിക്കുക. ലെഫ്റ്റിലുള്ള പൊസിഷൻസ് ഇത് 0 ആണ്. ലെഫ്റ്റിലുള്ള പൊസിഷൻസ് എല്ലാം നെഗറ്റീവ് പൊസിഷൻസ് ആണ്. അപ്പം എഴുതേണ്ട കാര്യം ഇതാണ്: മെഷർമെന്റ് ഓഫ് പൊസിഷൻ എന്ന് സൈഡ് ഹെഡിങ് എഴുതണം. എന്നിട്ട് എഴുതേണ്ട കാര്യം ഇതാണ്: ഫോർ മെഷറിംഗ് ദ പൊസിഷൻ വി ഫിക്സ് ആൻ ഒറിജിൻ ഇൻ ദ സ്ട്രെയിറ്റ് ലൈൻ. എനി പൊസിഷൻ റൈറ്റ് ഓഫ് ദി ഒറിജിൻ ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. എനി പൊസിഷൻ ലെഫ്റ്റ് ഓഫ് ദി ഒറിജിൻ ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇതാണ് പൊസിഷന്റെ മെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക്. ശരി, അങ്ങനെ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയവും നോക്കണ്ടേ? സമയം നോക്കാൻ എളുപ്പമല്ലേ? സമയം നോക്കാൻ എളുപ്പമാണ്. നിങ്ങൾക്കൊരു വാച്ച് ഉണ്ടാവും. നിങ്ങളുടെ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയമാണ് നമ്മുടെ 0 ടൈം. അതിനുശേഷമുള്ളതാണ് പോസിറ്റീവ് ടൈം. ഇനി ഒരാൾക്ക് നെഗറ്റീവ് ടൈം എന്ന് പറയാൻ നിർബന്ധമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പത്തെ സമയത്ത് വേണമെങ്കിൽ നെഗറ്റീവ് എന്ന് വിളിക്കാം. പക്ഷേ നെഗറ്റീവ് ടൈം എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്, അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ the moment we start observation is the 0 time. Any event happening after that is at the positive time. പ്രത്യേകിച്ച് എഴുതുന്ന കാര്യമൊന്നുമില്ല, അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് 2 ടേമുകൾ പഠിക്കണം. ഞാനത് പറയാൻ പോവാണ്. ഒന്ന് ഡിസ്റ്റൻസ്, 2 ഡിസ്പ്ലേസ്മെന്റ്. ഈ 2 ടേമുകൾ അറിയണം. ഒന്നെന്താണ് ഡിസ്റ്റൻസ്, 2 ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച പാതയുടെ നീളമാണ് ഡിസ്റ്റൻസ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇങ്ങനെ ഒരു വസ്തു പോയി വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ അല്ലല്ലോ, അല്ല. ഇപ്പൊ തൽക്കാലം മോഷൻ അലോങ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിലും എയിൽ നിന്ന് എവിടെ എത്തി? ബിയിലെത്തി. ഇതാണ് സഞ്ചരിച്ച പാത, ഓർ ദി പാത്ത് ട്രാവൽഡ്. ആ പാത്ത് ട്രാവൽ ചെയ്തതിന്റെ നീളത്തിന്റെ പേരാണെന്ത്? ഡിസ്റ്റൻസ്. സോ ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുന്നല്ലേ തുടങ്ങി, ഇവിടെയല്ലേ എത്തിയത്. അപ്പൊ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ആ പൊസിഷനുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ഇത് കിട്ടാൻ എന്താ ചെയ്യുക? ഇതേത് പൊസിഷൻ മൈനസ് ഇതേത് പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ഡിസ്റ്റൻസ്. അപ്പൊ ചിലപ്പോ സഞ്ചരിച്ച പാത തന്നെ ഇങ്ങനെയാ വിചാരിക്കുക. സഞ്ചരിച്ച പാതയെ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. അപ്പോൾ ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ ഡയറക്ഷൻ മാറാതെ പോയാൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അല്ലാത്തപ്പോഴൊക്കെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലായിരിക്കും. മറ്റു വഴികളിലൂടെ ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോയാൽ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ഡിസ്റ്റൻസ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്. ഇനി ഡിസ്പ്ലേസ്മെന്റ്
അതിൻ്റെ ചുവട്ടിൽ എഴുതേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഓർ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. Or it is the shortest distance traveled. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, പല പല കേസസ് നോക്കാം. ഞാൻ പലതരത്തിലുള്ള മോഷൻസ് പറയാം, എന്നിട്ട് അതിലെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതിനെ കമ്പയർ ചെയ്യാം. ഓക്കെ, അതാണ് ഇന്നത്തെ പണി. ആദ്യം ഒരു വസ്തു ഓയിൽ നിന്നും ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു സിയിലെത്തി. വേറൊരു വസ്തു ക്യൂയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബിയിലെത്തി. വേറൊരു വസ്തു പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആറിലെത്തി. വേറൊരു വസ്തു ക്യൂയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു സിയിൽ പോയി അവസാനം എയിലെത്തി. വേറൊരു വസ്തു പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, എയിൽ പോയി എന്നിട്ട് ക്യൂവിൽ തിരിച്ചെത്തി. ഇതാണ് വേരിയസ് കേസസ്. ഇതിലെ ഓരോ കേസിലെയും നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് കാണാം, എന്നിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാണാം. ആദ്യം ഡിസ്റ്റൻസ് കാണാം. ഓയിൽ നിന്ന് സിയിലെത്തി. ഓയിൽ നിന്ന് സിയിലെത്തിയാൽ 1, 2, 3 യൂണിറ്റ് ട്രാവൽ ചെയ്തു. അപ്പം 3 യൂണിറ്റാണ് ഡിസ്റ്റൻസ്. ക്യൂയിൽ നിന്ന് ബിയിലെത്തി. ക്യൂയിൽ നിന്ന് ബിയിലെത്തി 1, 2, 3, 4 ഒക്കെ 4 തന്നെ. പിന്നെ പിയിൽ നിന്ന് ആറിലെത്തി. പിയിൽ നിന്ന് ആറിലെത്തി, ഇങ്ങോട്ടാ പോയി. പിയിൽ നിന്ന് 1, 2 യൂണിറ്റാണ്. ക്യൂയിൽ നിന്ന് സിയിലെത്തി, പിന്നീട് എയിലെത്തി. ക്യൂയിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7, വീണ്ടും എയിലെത്തി. കറക്റ്റ്, 7ആണ്. പിയിൽ നിന്ന് എയിലെത്തി, പിന്നീട് ക്യൂയിലെത്തി. പിയിൽ നിന്ന് എയിലെത്തി 1, 2, 3, 4, 5 യൂണിറ്റാണ്. ഇതൊക്കെയാണ് ഡിസ്റ്റൻസുകൾ, വിച്ച് ഇസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത്. അതെപ്പോഴും പോസിറ്റീവ് മാത്രമാണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്താ? തുടക്കവും ഒടുക്കവും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ദൂരം, അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ എക്സ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എക്സ് ഇനീഷ്യൽ. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, സ്ഥാനത്തിലുള്ള വ്യത്യാസം. ഇതിനെ ഡെൽറ്റ എക്സ് എന്ന് വിളിക്കാറുണ്ട്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നർത്ഥം. ഇംഗ്ലീഷിലല്ല, റോമൻ ലെറ്ററിൽ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നാണ് അർത്ഥം. ഓക്കെ, റോമൻ അല്ല, ഗ്രീക്ക് ലെറ്റർ ആയിരിക്കും. വ്യത്യാസം എന്നാണ് അർത്ഥം. അപ്പം ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ എന്നാണ്. നമുക്കിവിടെ നോക്കാം O to C. അപ്പോൾ ഫൈനൽ പൊസിഷൻ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ഫൈനൽ പൊസിഷനിൽ നിന്നും ഇനീഷ്യൽ പൊസിഷൻ കുറക്കണം. O to C. അപ്പോൾ C എന്ന ഫൈനൽ പൊസിഷൻ എത്രയാ? C എന്ന ഫൈനൽ പൊസിഷൻ 3. 3 മൈനസ് 0, 3 മൈനസ് 0, 3 തന്നെ. പിയിൽ നിന്ന് ആറിലെത്തി. ഫൈനൽ പൊസിഷൻ എത്രയാ? ഫൈനൽ പൊസിഷൻ -3, -1, -3 -1. അപ്പോൾ അതെത്ര വരും? -2 എന്ന് വരും. പിന്നീടത് ഓയിൽ നിന്ന് സിയിലെത്തി. അയ്യോ, ഞാൻ എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയല്ലോ. ചെറിയൊരു അബദ്ധം ഇവിടെ പറ്റി. ഓയിൽ നിന്ന് സിയിലെത്തിയത് സി പൊസിഷൻ 3 മൈനസ് 0, അത് 3 തന്നെ. രണ്ടാമത്തെ ചോദ്യം ക്യൂയിൽ നിന്ന് ബിയിലെത്തി എന്നതായിരുന്നു. ക്യൂയിൽ നിന്ന് ബിയിലെത്തി. ഇപ്പൊ ഫൈനൽ പൊസിഷൻ +2 മൈനസ് -2, അപ്പൊ അത് +4 എന്നായി, പോസിറ്റീവ് 4 എന്നായി. അപ്പൊ കണ്ടില്ലേ, ഡിസ്പ്ലേസ്മെന്റിന് സൈന് വരുന്നുണ്ട് അല്ലേ? ഡിസ്റ്റൻസ് പോലെയല്ല. ഡിസ്റ്റൻസ് വെറുതെ ചുമ്മാ നമ്മൾ ആഡ് ചെയ്തതാണ്. ഡിസ്പ്ലേസ്മെന്റ് സൈൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് 0 ആകാം വേണമെങ്കിൽ. അതും വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പോ ക്യൂയിൽ നിന്ന് സിയിലെത്തി, പിന്നീട് എയിലെത്തി. അപ്പൊ ഫൈനൽ എ ആണ്. എ എന്നാൽ എത്രയാ? എ എന്നാൽ +1 ആണ്. തുടങ്ങിയത് എവിടുന്ന? ക്യൂയിൽ നിന്നാണ്. -2. അപ്പോൾ +1 മൈനസ് -2 +3 ആണ്. ഇനി ലാസ്റ്റും കൂടി പറയാം. ക്യൂ ആണ് ഫൈനൽ പൊസിഷൻ, -2. ഇനീഷ്യൽ പൊസിഷനോ പി ആണ്,
മൈനസ് മൈനസ് 1. അപ്പോൾ എത്ര വന്നു? -1. ശരി. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോളൂ. എല്ലായ്പ്പോഴും എന്ന് പറയണ്ട, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലോ ഈക്വലോ ആണ്. ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിച്ചതെങ്കിൽ, ഡയറക്ഷൻ മാറിയിട്ടില്ലെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. അല്ലാത്തപ്പോഴെല്ലാം ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലാണ്. ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവാണ്. ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിറ്റീവ് ആകാം, 0 ആകാം, നെഗറ്റീവ് ആകാം. പിയിൽ നിന്ന് ആരംഭിച്ചു എവിടെയോ പോയി പിയിൽ തന്നെ തിരിച്ചു വന്നു വിചാരിക്കുക. അപ്പോൾ എന്താ സ്ഥിതി? ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും സെയിം. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ. അപ്പോൾ നമ്മളുടെ പോയിന്റ്സ് ഇതാണ്, മെയിൻ പോയിന്റ്സ്. നോട്ട്സ് ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി ഒരു കാര്യം നോക്കിക്കേ, ഫൈനലി വസ്തു വലതു ഭാഗത്താണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആയിരിക്കും. ഇവിടേക്ക് നോക്കിയാൽ മതി നിങ്ങൾ. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവായ സാഹചര്യത്തിൽ തുടങ്ങിയതിന്റെ വലതു ഭാഗത്തായിരിക്കും വസ്തു അവസാനം ഉണ്ടാവുക. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഇനി ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവായ സാഹചര്യത്തിലൊക്കെ തുടങ്ങിയതിന്റെ ഇടത് ഭാഗത്താണ് അവസാനം വസ്തു ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ പോയിന്റ്സ് ഇതൊക്കെയാണ്. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. Displacement can be 0, positive or negative. Displacement is always less than or equal to distance. If the body do not change the direction, displacement and distance are numerically equal. ഇത്രയാണ് ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും ഡിസ്റ്റൻസിനെ കുറിച്ചും പറയാനുള്ളത്. ഇതാണ് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ, ഈ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പഠിക്കാം. എല്ലാവരും ഹാപ്പി അല്ലേ? ശരി. ഫിസിക്സ് അങ്ങനെ പഠിക്കണം. ഫിസിക്സ് രസിച്ച് പഠിക്കണം. കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ് കേൾക്കാം. താങ്ക് യു.